ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ ചൂടിനും നോമ്പിനും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് ഡ്രിങ്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നോമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉന്മേഷത്തോടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതൊന്ന് തിളപ്പിക്കാനായിട്ട് ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് പാലിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് നല്ലതുപോലെ കട്ടയൊന്നുമില്ലാതെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം തിളച്ച് വരുന്ന പാലിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കസ്റ്റേർഡ് കലക്കിയതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഇളക്കി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും കട്ട ഇട്ടാതെ തന്നെ നന്നായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. കുറച്ച് നമുക്കിത് ലൂസായിട്ട് കിട്ടേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ ഇത് കസ്റ്റേർഡ് പൗഡർ കുറച്ചിട്ട് കൊടുത്തത്. നമുക്കിത് ഡ്രിങ്ക് ആയിട്ട് എടുക്കാനല്ലേ, അതുകൊണ്ട് ലൂസായിട്ട് മതി. ഇപ്പോൾ കസ്റ്റേർഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ കറുത്ത കഷ്കശ്, അതായത് സബ്ജ സീഡ് നമ്മളൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡ് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തെങ്കിലും കട്ടയോ വല്ലതും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അതിലേക്ക് നമ്മൾ റെഡിയാക്കി കുതിർത്ത് വെച്ചിരുന്ന സബ്ജ സീഡും 1 കപ്പ് മാതളവും പിന്നെ ഇതുപോലെ കറുത്ത മുന്തിരിയും പച്ച മുന്തിരിയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അരിയില്ലാത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിരുന്നത്. ഇനി അതിലേക്ക് ഈത്തപ്പഴവും മാങ്ങ, 1 ആപ്പിള്, 1 ഏത്തപ്പഴം, ഇത് ഇത്രയും കൂടെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. തണ്ണിമത്തനും ഓറഞ്ചും പൈനാപ്പിളും ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അത് ചേർത്ത് കൊടുത്താൽ ശരിയാവത്തില്ല. ഇനി അതിലേക്ക് കുറച്ച് ഐസ് ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ പാകത്തിനുണ്ടോയെന്ന് ഈ സമയത്ത് നോക്കിയാൽ മതി. കുറച്ച് ലൂസായിട്ടല്ലേ വേണ്ടത്, അപ്പോൾ നമുക്ക് ഈ സമയത്ത് കാച്ചി തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ലൂസായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഈ ഒരു പരുവത്തിന് മതി. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്യാം. ഇത് കാണുന്നത് പോലെ തന്നെ കുടിക്കാനും നല്ല അടിപൊളിയാണ്. നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ തേനോ ഒക്കെ ചേർക്കാം. അപ്പോൾ അതൊന്നും ചേർത്തില്ലെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം മധുരം നന്നായിട്ട് നമുക്ക് ചവച്ച് കുടിക്കുമ്പോൾ കിട്ടും. നല്ല ഒരു ഉന്മേഷം ഇതൊരു ഗ്ലാസ് നമ്മൾ കുടിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.